ഇന്ത്യക്കെതിരെ തീവ്രവാദി അക്രമങ്ങൾ പലപ്പോഴും നടക്കാറുണ്ട്. കാരണം ഇന്ത്യയെ തകർക്കുക, ഭാരതത്തെ തകർക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഇന്ത്യക്കകത്ത് തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ പ്രധാന വേരുകൾ ഉണ്ടായത് എന്നതും പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക, വിദേശ രാജ്യത്തേക്ക് കടക്കുക, എന്നിട്ട് എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് വീണ്ടും ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുക. ഇങ്ങനെ ഒരു സംഘം തന്നെ, ഒരു പ്രത്യേക ഏജൻസി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അറിയാം. എന്തായാലും നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് ഭീകരപ്രവർത്തനം നടത്തിയിട്ട് ഓടി രക്ഷപ്പെട്ട ഒരു ഭീകരനെ ഇപ്പോൾ ഇന്ത്യ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അത് ഇവിടെയൊന്നുമല്ല, ആഫ്രിക്കൻ രാജ്യമായ റുവാൻഡയിലാണ് ഇയാൾ അറസ്റ്റായത്. അവിടെ അറസ്റ്റിലായ ലഷ്കർ ഭീകരനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് ഇന്ത്യ ഗവൺമെൻറ്റിന് നേട്ടമായി തന്നെ വേണം പറയാം. വ്യാഴാഴ്ച പുലർച്ചെയാണ് സൽമാൻ റഹ്മാൻ എന്ന ഈ ഭീകരനെ, സൽമാൻ റഹ്മാൻ ഖാൻ എന്ന് പറഞ്ഞ ഭീകരൻ, ഇയാളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. പ്രത്യേക സുരക്ഷാ സംഘത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇയാളെ എത്തിച്ചത്. നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡറായിരുന്ന തടിയൻവിട നസീറിന്റെ അടുത്ത കൂട്ടാളിയാണ് സൽമാൻ. ബംഗളൂരു പരപ്പന അഗ്രഹാര ജയിലിൽ വെച്ച് നടന്ന ഭീകരവാദ ഗൂഢാലോചന കേസിൽ നസീറിനൊപ്പം ഇയാളും ഉൾപ്പെട്ടിരുന്നു എന്നതാണ് വിവരം. റുവാണ്ട ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ RIB എന്ന റുവാണ്ട ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും ഇന്റർപോള്, നാഷണൽ സെൻട്രൽ ബ്യൂറോ എന്നിവയുടെ സഹകരണത്തോടെയാണ് റുവാണ്ടയുടെ തലസ്ഥാനമായ കിഗാലിയിൽ വെച്ച് ഈ ഭീകരനെ സൽമാനെ അറസ്റ്റ് ചെയ്തത്. പോസ്കോ കേസിൽ ശിക്ഷിക്കപ്പെട്ടാണ് സൽമാൻ ബാംഗ്ലൂരു ജയിലിൽ എത്തുന്നത്. അവിടെ വെച്ചാണ് തടിയൻവിട നസീറിനെ പരിചയപ്പെടുത്തുന്നത്. തുടർന്ന് ജയിലിൽ കേന്ദ്രീകരിച്ച് നടന്ന സ്ഫോടന ഗൂഢാലോചനയിൽ ഇയാളും പങ്കാളിയായി. കോടതിയിൽ ഹാജരാക്കുമ്പോൾ രക്ഷപ്പെടാനുള്ള പദ്ധതിയും ഇരുവരും ആസൂത്രണം ചെയ്തിരുന്നു എന്നതാണ് ഇതിൽ അന്നത്തെ കേസിൽ ഏറ്റവും അധികം ഉയർന്നു വന്നത്. ബാംഗ്ലൂരുവിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ട യുവാക്കൾക്ക് സ്ഫോടന വസ്തുക്കൾ എത്തിച്ചതിൽ സൽമാന്റെ പങ്ക് ഏജൻസി കണ്ടെത്തിയിരുന്നു. 2023 ജൂണിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ട 5 യുവാക്കളെ പോലീസ് പിടികൂടിയിരുന്നു. ജയിലിൽ വെച്ച് തീവ്രവാദത്തിലേക്ക് ആകർഷിച്ചത് നസീറാണെന്നാണ് ഇവർ മൊഴി നൽകിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ജയിൽ കേന്ദ്രീകരിച്ച് രൂപപ്പെട്ട ഭീകര മോഡ്യൂളിനെ കുറിച്ച് അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 25-നാണ് ബംഗളൂരു പോലീസിൽ നിന്നും NIA കേസ് ഏറ്റെടുത്തത്. പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച സൽമാനെതിരെ UAPA ആയുധ നിയമം, സ്ഫോടക വസ്തു നിയമം എന്നിവ ചുമത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് 2-നാണ് NIA ആവശ്യപ്രകാരം ഇന്റർപോൾ റെയ്ഡ് നോട്ടീസ് പുറപ്പെടുവിച്ചതും ഇയാളെ റുവാൻഡയിൽ നിന്നും പിടികൂടിയതും. എന്തായാലും ഓരോരുത്തരെയായിട്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവരെ എവിടെ ഒളിച്ചാലും അവിടെ പോയി പിടികൂടുകയും അവിടെ ചെന്ന് ശിക്ഷിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ചില അക്രമ പരമ്പരകൾ നടത്താൻ ധൈര്യമില്ലാതെ മറ്റ് ചില അട്ടിമറി പ്രവർത്തനങ്ങൾ, ട്രെയിൻ അട്ടിമറിക്കുക, വിമാനത്തിന് ബോംബുണ്ടെന്നുള്ള വ്യാജ ഭീഷണി പുറപ്പെടുവിക്കുക, ഇത്തരത്തിലുള്ള രീതികളാണ് ഇപ്പോൾ തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.